നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? ഇത് മേടിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ, എല്ലാം ശരിയാവും. ഞാനവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. മോളെ, ഇനി ഈ ആളെ മോളെ അച്ഛാന്നാ വിളിക്കാൻ പോന്നേ. ഞാൻ വിളിക്കില്ല. ഇയാളെ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതാ. എനിക്ക് ഇയാളെ കാണണ്ട. മുത്തശ്ശി പോവാൻ പറയും. എടി, നീ അത്രയ്ക്കായോ? അമ്മ, അവളെ വഴക്ക് പറയാൻ നിക്കണ്ട. എന്താടി വഴക്ക് പറഞ്ഞാലെന്താ? പിന്നെ അമ്മയും മോളും കൂടി എന്ത് ചെയ്യാനാ? നീയേ ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. അശ്വതി, ഇത് മേടിക്കേ. മോളോടും ഇത് മേടിക്കാൻ പറ. ഞാനേ പഴയ ആളല്ല, ആകെ മാറി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബുദ്ധിമോശങ്ങളൊക്കെ മുമ്പേ കാണിച്ചു. അതെല്ലാം ശരിയല്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കേ. ഞാൻ സത്യത്തില് അത്രയ്ക്ക് തന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം നിഷേധിച്ചപ്പോ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യം കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി അങ്ങനെ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഉറപ്പ്. ഇത് മേടിക്കേ പ്ലീസ്. മോളെ, ഇത് ചോക്ലേറ്റാ, വാങ്ങിച്ചോ. എനിക്ക് ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാനേ എന്റെ അരുണങ്ങളുണ്ട്, അത് മതി. ഇവളാ മോളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത്. സാരമില്ലമ്മേ, അശ്വതി വെറുതെ വഴക്കോരെ നിൽക്കണ്ട. ക്രമേണ എല്ലാം നേരെയാവും. ഇപ്പൊ എല്ലാം ക്ഷമിക്കാൻ ഞാനും പഠിച്ചു. സാരമില്ല. അശ്വതി, ദാ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിയ. ഇത് പിടിക്ക് പ്ലീസ്. വാങ്ങിക്കേ. മോൻ ഇതെല്ലാം ഇങ്ങ് തന്നെ, ഞാൻ അവർക്ക് കൊടുത്തോളാം. ഇപ്പൊ ക്ഷമിക്കേ, ക്രമേണ ഞാൻ രണ്ടാളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനല്ലേ പറയുന്നേ. അതിങ്ങ് തന്നെ. ആ, മോൻ പൊയ്ക്കോ, ഞാൻ ഏറ്റെന്നേ. മോൻ സമാധാനായിട്ടിരിക്കും. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. ഉറപ്പാണോ? അതെ, ഉറപ്പ്. ഇപ്പം മോൻ പൊയ്ക്കോ, എല്ലാം ഞാൻ ഏറ്റു. ജയേഷേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞാ ഏറ്റു, ഉറപ്പ്. ഞാനും അമ്മയും കൂടെ മോളെ കാണാൻ വരുവാ. അതെയോ? അച്ഛാ, അപ്പൂനും കൂടി കൊണ്ടുവരണേ. ആ, മോളെ അവന് സ്കൂളിൽ പോണ്ടേ?
അച്ഛാ ഒന്നും സാരമില്ല. എന്തായാലും അപ്പനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം. അവനെ കാണാൻ എനിക്ക് കൊതിയാവോ. നോക്കട്ടെ മോളെ. നോക്കിയാ പോരാ, അപ്പനെ ഉറപ്പായിട്ടും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞാൻ പെണം കൂട്ടോ. ശരി ശരി, ഞാൻ അപ്പൂനെ കൊണ്ടുവരാം. ആ, ഞങ്ങൾ വരുമ്പോ മോക്കെന്താ മേടിച്ചോണ്ട് വരണ്ടേ? വാങ്ങിക്കൊണ്ടുവരാനോ? എന്തിനാച്ചാ? അല്ല മോളെ, അത് നമ്മുടെ വീടല്ലല്ലോ. ഈ അവസരത്തില് അങ്ങനെയൊരു ചടങ്ങുണ്ടല്ലോ. ആ, അല്ലെങ്കിൽ തന്നെ മോക്കെന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടല്ലോ. അതെ, ഇപ്പോ എനിക്കും അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്താ വാങ്ങിക്കൊണ്ട് വരണ്ടേന്ന് മോള് പറ. ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലെ പ്രസാദം. ഉം. ആ പാൽപ്പായസം ഉണ്ണിയപ്പോ എന്തായാലും നിർബന്ധ. ശരി മോളെ. ആ, വേറെന്താ വേണ്ടേ? പിന്നെ പിന്നെ എനിക്കിപ്പോ കഴിക്കാൻ ഏറ്റവും കൂടുതൽ കൊതി തോന്നുന്നുണ്ട്. അച്ഛാ, അച്ഛൻ ആ ഫോൺ അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുത്തേ, ഞാൻ പറയാം. ശരി മോളെ, ഞാൻ അമ്മയുടെ കൊടുക്കാം. മോളെ, ആ അമ്മേ, എനിക്ക് കുറെ ദിവസമായി അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളില്ലേ, അത് കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നുക. അതിനെന്താ മോളെ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാലോ. ആ പിന്നെ അച്ഛൻ ചോദിച്ചത് മോൾക്ക് വേറെന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരണോന്ന്. പുറത്തൊന്നും വേണ്ടമ്മേ. ആ, വേറൊരു കാര്യം കൂടി എനിക്ക് വേണം. അമ്മ ഫോൺ അപ്പൂന്റെ കയ്യിൽ നിന്ന് കൊടുക്കോ? ആ, അതിനെന്താ, ഞാൻ അപ്പൂനെ കൊടുക്കാം. ഇതാ മോനെ, ചേച്ചിക്ക് സംസാരിക്കണമെന്ന്. ഹലോ ശ്യാമേച്ചി. ആ അപ്പോ എടാ, എന്നെ കാണാൻ അച്ഛനും അമ്മയും വരുമ്പോഴേ നീയും വരണം കേട്ടോ. ശ്യാമേച്ചി പറഞ്ഞില്ലെങ്കിലും അതിന് അച്ഛനോട് ബഹളം വെച്ചോണ്ടിരിക്കാ ഞാൻ. ആണോ? പിന്നെ ശ്യാമേച്ചി അപ്പുനെ കുറിച്ച് എന്താ വിചാരിച്ചേ? എങ്ങനെയായാലും ചേച്ചിയെ കാണാൻ ഞാനും വരും. ചേച്ചി എന്നോട് എന്താ പറയാമെന്നേ കേക്കട്ടെ. അപ്പു, നീ വരുമ്പോഴേ നമ്മുടെ കിഴക്ക് വശത്ത് നിൽക്കുന്ന മൂവാണ്ട മാവില്ലേ, അതിന്ന് 1-2 മാങ്ങ കൂടിക്കൊണ്ടുവരണേ. അത് ഞാൻ ഏറ്റു. അതെ, നീ അതിൽ കയറാനും നിൽക്കരുത് കേട്ടോ. അതൊന്നും ഇല്ലെന്നേ, തറയുന്ന് കൈകൊണ്ട് ഈർത്തെടുക്കാം, അത്രയ്ക്ക് കാഴ്ചവെക്കുക മാവ്. ആണോ? ശ്യാമേച്ചിക്ക് അതില് മാങ്ങ മതിയല്ലോ, അത് ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ? ശരി അപ്പു, അപ്പോ ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ ശ്യാമേച്ചി. അച്ഛാ, ശ്യാമേച്ചിയെ കാണാൻ ഞാൻ പോകുന്ന കാര്യം അപ്പൊ ഫിക്സ് ആയല്ലേ? പിന്നെ അല്ലാതെ. ചെക്കൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? സന്തോഷിക്കട്ടെ ദേവകി, നമ്മുടെ മക്കൾ ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ. ഒരുപാട് കണ്ണുനീര് കുടിച്ചതല്ലേ, അതുകൊണ്ട് ഭഗവാൻ ഇപ്പോ നമ്മുടെ മക്കൾക്ക് സന്തോഷം കൊടുത്തതാ. നമ്മളെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോ തന്നെ മോക്ക് വലിയ സന്തോഷമായി. പാവം എന്റെ കുഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.